നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പെരുന്നാൾ പ്രമാണിച്ചിട്ട് ഒരു സ്വീറ്റ് ആയിട്ടാണ്. അതായത് നമ്മുടെ സ്വന്തം ചോക്കോബാർ. അപ്പൊ ചോക്കോബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മേടിക്കൊന്നും വേണ്ട, വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാൻ. അപ്പൊ വളരെ എളുപ്പമായിട്ടുള്ള നമ്മുടെ ചോക്കോബാർ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് രുചികരമായ ചോക്കോബാർ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് ചോക്കോബാർ ഐസ്ക്രീം തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ക്രീമാണ്. ഞാനിവിടെ വിപ്പിംഗ് ക്രീം 250 ml എടുത്തിട്ടുണ്ട്. ഇതിന് ഉപയോഗിക്കുന്ന ബൗൾ ഉണ്ടല്ലോ, ഒരു 2-3 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല തണുത്തിരിക്കുന്ന ബൗളിലോട്ട് നല്ല തണുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീം അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഒരിക്കലും ഫ്രീസറിൽ വെക്കരുത് കേട്ടോ, ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പൊ തണുത്തിരിക്കുന്ന ക്രീം നല്ല തണുത്തിരിക്കുന്ന ബൗളിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ വിപ്പിംഗ് ക്രീം നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം ചേർക്കാത്ത എങ്ങനെ ഐസ്ക്രീം തയ്യാറാക്കാമെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പാലൈസിന്റെ വീഡിയോ. ആ വീഡിയോന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പൊ അത് എല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആവുന്ന ഐറ്റംസ് വെച്ചിട്ടാണ് ഞാൻ പാലൈസ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഈ രീതിയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ചോക്കോബാറിന്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പൊ നമുക്ക് മീഡിയം സ്പീഡിൽ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. നമ്മുടെ വിപ്പിംഗ് ക്രീം ഒരു 5 മിനിറ്റിന് മേലെ നമ്മൾ വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ സോഫ്റ്റ് പീക്ക് വരുന്ന സമയം വരെ വിപ്പ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ്. കണ്ടൻസ്ഡ് മിൽക്ക് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കാമെന്ന വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതേസമയം നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ ഐസിങ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പക്ഷെ കണ്ടൻസ്ഡ് മിൽക്ക് ഇട്ട് ചെയ്യുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. എനിവേ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നേക്കാൾ മുൻപായിട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പ്, ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു മാത്രം ചേർക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞ പോലെ കണ്ടൻസ്ഡ് മിൽക്ക്. അത് നമ്മുടെ ഓരോരുത്തരുടെ മധുരത്തിന്റെ അളവ് നിജപ്പെടുത്തും. ഒന്ന് വിപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു, നമ്മളിത് നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാതെ വെറുതെ വിപ്പിംഗ് ക്രീമിലോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മോൾഡിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വെക്കാം. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി, പക്ഷെ ഐസ്ക്രീമൊക്കെ ശരിക്കും വന്നു, പക്ഷെ ടേസ്റ്റ് വൈസ് എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് വിപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന ഐസ്ക്രീമിന്റെ സ്വാദ് കിട്ടാനുള്ള രീതി കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇനിയും മധുരം വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് മൊത്തം 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിത് മോൾഡിലോട്ട് മാറ്റാം. അപ്പൊ നിങ്ങളുടെ അടുത്ത് മോൾഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചതിന് ശേഷം ക്രീം സ്റ്റിക്ക് അതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഞാൻ ഇതുപോലത്തെ ഐസ്ക്രീം മോൾഡിലാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണേ, നല്ല സാധനമാണത്. അപ്പോൾ അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്റ്റിക്ക് വെച്ച് കൊടുക്കാം. സ്റ്റിക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഈവൻ ആക്കിയിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിന്റെ മോൾഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 8 എണ്ണത്തിലേക്ക് ഞാൻ നിറച്ചിട്ടുണ്ട്. അങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന മോൾഡ് നമുക്ക് ഫ്രീസറിൽ വെക്കാം. ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. മിനിമം 8 മണിക്കൂറെങ്കിലും വെക്കണമെങ്കിൽ മാത്രമാണ് ഇത് കറക്റ്റായിട്ട് സെറ്റ് ആവുള്ളൂ. ഇപ്പൊ സാധാരണ രീതിയിൽ ഇത് മാത്രം കഴിക്കണമെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്ന ചോക്കോബാർ ആണ്. ചോക്കോബാർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നന്നായിട്ട് ഐസ്ക്രീം സെറ്റ് ആയി ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിത് ഫ്രീസറിലോട്ട് വെക്കാം. ബാക്കി കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് ഇതുപോലെ സാധാരണ മോൾഡിലോട്ട് ആക്കാം കേട്ടോ. മൊത്തം 12 ഐസ്ക്രീമാണ് ഇപ്പൊ നമ്മളുടെ ഈ പറഞ്ഞ അളവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഫ്രീസറിൽ വെച്ച് 8 മണിക്കൂറിന് ശേഷം നമുക്ക് നോക്കാം സെറ്റ് ആയിട്ടുണ്ടോ. സെറ്റ് ആയിട്ടില്ലെങ്കിൽ സെറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ആവുന്നേക്കാളും മുൻപായിട്ട് തന്നെ ഐസ്ക്രീം മോൾഡിൽ നിന്ന് വിടിച്ചെടുത്തിട്ട് എന്തെങ്കിലും ഒരു പേപ്പറിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു പ്ലേറ്റിലെങ്കിലും വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്ത് ചൂടുവെള്ളത്തിന്റെ താഴെയൊക്കെ വെച്ചിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ ഇത് കുറച്ച് ഇതിന്റെ തണുപ്പ് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചോക്ലേറ്റ് സിറപ്പിൽ മുക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏത് മോൾഡിലാണ് നിങ്ങൾ വെച്ചിരിക്കുന്നത് ആ മോൾഡിൽ നിന്ന് എടുക്കുമ്പോൾ മറ്റേ ടൈപ്പ് മോൾഡിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കിൽ കമത്തി പിടിച്ചിട്ട് ചെറുതായിട്ട് ചൂടുവെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ അങ്ങനെ പെട്ടെന്ന് തന്നെ വിട്ടുവരും. ഇത് എളുപ്പമാണ് നമുക്ക് എടുക്കാൻ ഇങ്ങനത്തെ മോൾഡ് ആകുമ്പോൾ. അപ്പൊ ഇതുപോലെ തന്നെ എല്ലാതും എടുത്തിട്ട് നമുക്ക് ഫ്രീസറിൽ കുറച്ച് നേരം കൂടെ വെക്കണം കേട്ടോ.
അപ്പോൾ ഇത് ഫ്രീസറിൽ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഹെർഷീസിന്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ. ഡാർക്ക് ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിക്കാം, പക്ഷെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് ചിപ്പാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് ചിപ്പ് നമ്മൾ മെൽറ്റ് ചെയ്താലും ഇച്ചിരി കട്ടി പോലെ ഇരിക്കും. അപ്പം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഉപയോഗിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ ലൂസായിട്ട് വരുള്ളൂ. വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ഭയങ്കര കുത്തുള്ള വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ചോക്ലേറ്റിൽ ആ വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഉണ്ടാവും. അതുകൊണ്ട് ഈ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ കിട്ടില്ലേ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന, അത് ഉപയോഗിക്കുമ്പോൾ അത്ര പ്രശ്നം വരില്ല. പക്ഷെ നല്ല ലൂസായിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ഐസ്ക്രീം മുക്കി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി വരികയും ചെയ്യും കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ച് അതൊരു ഗുണമാണ്. ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്യാം. ഡബിൾ ബോയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ഒരുപാട് വെള്ളം എടുക്കാൻ പാടില്ല. നന്നായിട്ട് വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ അതുവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് കുറച്ചായിട്ട് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഈവനായിട്ട് ഉരുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി വരണം കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ചോക്ലേറ്റ് ചിപ്സ് വെക്കും ഇതുപോലെ ചിലപ്പോൾ ഇത്ര ലൂസായിട്ട് വരണമെന്നില്ല. അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഒഴിക്കരുത്, ബട്ടർ ഒഴിച്ചാൽ ശരിയാവില്ല. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഞാനിവിടെ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചൂടെല്ലാം കംപ്ലീറ്റ് മാറിയിട്ടുണ്ട് കേട്ടോ. ചൂടോടുകൂടി ഒരിക്കലും നമ്മൾ ഐസ്ക്രീം മുക്കരുത്. ഈ സമയത്ത് മാത്രമേ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഐസ്ക്രീം എടുക്കാൻ പാടുള്ളൂ. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല തണുത്തിരിക്കുന്ന ഐസ്ക്രീം പെട്ടെന്ന് തന്നെ മുക്കിയെടുക്കാം. അതേപോലെ തന്നെ ഇങ്ങനെ എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് അങ്ങ് പൊക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോഴേക്കും നന്നായിട്ട് ഫ്രീസ് ആയിട്ടുണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് വെക്കാം ഒരു നമ്മളെ മാറ്റോ അതെല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതേപോലത്തെ ഒരു പേപ്പറോ അല്ല അതിലോട്ട് വെച്ചതിന് ശേഷം ഫ്രീസറിൽ വെക്കുക. 1 മണിക്കൂർ ഫ്രീസ് ചെയ്യുക, അതിനുശേഷം കഴിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇനി എപ്പോഴും ഓരോ പ്രാവശ്യം മുക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും അടുത്ത ഐസ്ക്രീം മുക്കിയെടുക്കുക. അടുത്ത് ഇതേപോലെ തന്നെ മുക്കുക, എടുക്കുക. എല്ലാം പെട്ടെന്ന് ചെയ്യണം കേട്ടോ. പിന്നെ വേറെ ചില വീഡിയോയിൽ ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മോൾഡിലോട്ട് ഉരുക്കിയിരിക്കുന്ന ഈ ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം പിന്നെ ഐസ്ക്രീം ഒഴിക്കും. ഞാൻ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല കേട്ടോ. ഞാൻ അത് ശരിയാവാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു തരും. ഇപ്പൊ ഞാൻ ചെയ്തത് ശരിയാവാത്ത ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ രീതിയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇത് പ്ലെയിൻ ആയിട്ടാണ് നമുക്ക് ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പൊ ഇതേപോലെ തന്നെ മൊത്തത്തിൽ അങ്ങ് മുക്കിയെടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ 8 എണ്ണവും ഇതേപോലെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. വേറൊരു മെത്തേഡ് ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഈ മോൾഡിൽ ആദ്യം തന്നെ ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം കംപ്ലീറ്റ് ഇതിൽ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഒന്ന് എല്ലാത്തേക്കും എത്തിച്ചിട്ട് അത് ഫ്രീസ് ചെയ്യുക. അതിന് ശേഷം ഐസ്ക്രീം ഒഴിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഐസ്ക്രീം മാത്രം പുറത്തേക്ക് വരുന്നുള്ളൂ. ഈ എന്താ പറയുക ചോക്ലേറ്റിന്റെ പോർഷൻ അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ പറ്റുകയെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, പ്രശ്നമൊന്നുമില്ല. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അതിന് മുക്കിയെടുക്കാനാണ്. വളരെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടുകയും ചെയ്യും. ഈസി ആയി തോന്നിയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചോക്കോബാർ ഐസ്ക്രീം നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.